ഫ്രണ്ട്സ്, അത് ഗിരീഷിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കോയമ്പത്തൂർക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 5:25 ആയപ്പോഴായിരുന്നു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ വേഗം ട്രെയിനിലോട്ട് കയറി. കാരണം 5:30 ട്രെയിൻ എടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വേഗം ടിക്കറ്റൊക്കെ എടുത്ത് കയറി കേട്ടോ. അപ്പോൾ അമ്മ ഷട്ടർ തുറന്നു, ബട്ട് ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഷട്ടർ തുറന്നാൽ രാവിലെ തന്നെ തുമ്മലും ചീറ്റിലൊക്കെ ആയിട്ട് തുറന്നില്ല. പിന്നെ ഞാൻ ട്രെയിൻ നീങ്ങുന്നുണ്ടോ എന്ന് ഇങ്ങനെയാണ് നോക്കാറ്. നിഴൽ നോക്കിയ ട്രെയിൻ നീങ്ങുന്നുണ്ട് മനസ്സിലായി. പിന്നെ അച്ഛൻ ടിക്കറ്റൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. ഞാൻ നിർബന്ധിച്ച് ചിരിപ്പിച്ചതാണ്. ആ ചിരിയാണെങ്കിൽ ഇങ്ങനെയായി പോയി. ഞാൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരാൾ ഞങ്ങളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കിടന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അപ്പോഴേക്കും നേരം വെളുത്തു കേട്ടോ. അമ്മ അപ്പോഴേക്കും ഒരു കാപ്പിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കാപ്പി ബിസ്ക്കറ്റൊക്കെ. അവർ കുടിച്ച് എനിക്ക് കാപ്പി വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 6 മണി 6:30 ആയിരിക്കണം എനിക്കങ്ങനെ തോന്നുന്നു പുറത്തൊക്കെ നോക്കിയിട്ട്. ഇത് AC കമ്പാർട്ട്മെൻ്റ് ആണ്. നമ്മൾ നോർമലിലാണ് കയറിയിട്ടുള്ളത്. നമുക്ക് AC ഒന്നും വേണ്ട, കാരണം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഷട്ടർ തുറന്നാൽ തന്നെ. അതിനുശേഷം നമ്മൾ പിന്നെ നമ്മുടെ ഷൊർണൂർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ട് പോകണമെങ്കിലും ആദ്യം ഷൊർണൂർ എന്നല്ലേ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഷൊർണൂർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് റെസ്റ്റോറൻ്റ് ആട്ടോ ഇത്. ഞങ്ങളെപ്പോഴും കേരള റെസ്റ്റോറൻറ്റും ഇവിടെ തന്നെയാണ്. അതിനുശേഷം ഞാൻ അവിടെ പോയിരുന്നിട്ട് പിന്നെ അപ്പുറത്തെ സീറ്റിലോട്ട് മാറിയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളെങ്ങോട്ടും യാത്ര ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കണ്ടായി കേട്ടോ. പിന്നെ വീഡിയോ നിങ്ങൾ ശരിക്കും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ലേ, അത് അമ്മയാണ് വീഡിയോ പിടിച്ചത്. അപ്പോൾ അമ്മ കുറേ നേരം അങ്ങോട്ട് ഓണാക്കിയിട്ടു. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് വിരലങ്ങനെ വെക്കരുത് എന്ന്. അമ്മേൻ്റെ വിരലിൻ്റെ ഭംഗി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ ഞാനപ്പോഴേക്കും ഫോണിൽ ഓണാക്കി ഒരു ഗെയിം ഡൗൺലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഡൗൺലോഡ് ആയി നോക്കുന്നത് തിരക്കിലായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് പൂരിയും പിന്നെ പൂരിക്ക് വരുന്ന എന്തൊരു കിഴങ്ങേറിയും ചട്നിയായിരുന്നു. ഞാൻ പിന്നെ പുട്ടും കടലക്കറിയും. അത് എൻ്റെ ജീവനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട്. പിന്നെ അച്ഛനാണെങ്കിൽ നെയ് റോസ്റ്റും സാമ്പാറും ചട്നിയും ഒരു എരിഞ്ഞ് നമ്മുടെ അണ്ണാക്ക് പൊള്ളണ അങ്ങനത്തെ ഒരു ചമ്മന്തിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അമ്മേൻ്റെ കിഴങ്ങ് കറിയും ഞാൻ അങ്ങ് എടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ അതും കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഞാനൊരു ലോലിപ്പോപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ്. പിന്നെ നമ്മൾ ട്രെയിനിലോട്ട് കയറി നമ്മുടെ കോയമ്പത്തൂരിലോട്ടുള്ള യാത്ര തുടങ്ങി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഭാരതപ്പുഴ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ കുറേ പേര് പറയണ്ടായിരുന്നു ആയിരിക്കും ഭാരതപ്പുഴ കാണണമെന്ന്. അതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് സൈഡ് സീറ്റാണ് എനിക്ക് കിട്ടിയത്. അത് വല്ലാത്തൊരു ഫീലിങ്സ് ആണല്ലേ. അത് നല്ല കാറ്റ് അടിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഏകദേശം ഈ പാടം പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അവിടെ നല്ല രസമായിരുന്നു. നല്ല രസം എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളി എന്നിട്ട് കാണാനായിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഇത് കാണാൻ. നിങ്ങൾക്ക് ഈ പുഴ ഏതാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയണം കേട്ടോ. ഇത് പുഴയല്ല, ഇത് പാടമാണ്. പാടത്തിലിങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് കുറേ കുളം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ കയ്യിലായിരുന്നു ഫോൺ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ജ്യൂസായിരുന്നു, അതും ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ വീഡിയോ എടുക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ ഓവർ എക്സ്പ്രഷൻ ഇട്ട ആളായേനെ. അപ്പോൾ അറിഞ്ഞിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത് കൂടെ യാത്ര ചെയ്യാനായിട്ട്. പിന്നെ ഇത് മലയാണോ പാറയാണോ മനസ്സിലായില്ല. പെട്ടെന്ന് നോക്കിയപ്പോഴായിരുന്നു മനസ്സിലായത് പാറയാണെന്ന്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പാറയൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഈ വയലിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുരങ്ങുകളുടെ നെഞ്ചത്തിൽ കുരങ്ങൻ കുട്ടികളെ പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഭംഗി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതൊരു പഴയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പഴഞ്ചനായിട്ടുണ്ട് കേട്ടോ. അത്രയും പഴയതാണ്. നമ്മൾ പുതിയതുപോലെ ഒന്നുമല്ല. ഇത് സ്ഥലം ഞാൻ മറന്നുപോയി, എനിക്കറിയില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പക്ഷേ ഒരു പൊളിഞ്ഞടാനായ അങ്ങനത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം നമ്മളിങ്ങനെ അടുത്ത ട്രെയിനിലോട്ട് കാത്ത് നിൽക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല ഗൈസ്, നമ്മൾ കോയമ്പത്തൂർ എത്തി. അച്ഛന് ആയുർവേദശാലയിലൊന്ന് കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയപ്പോൾ എൻ്റെ മോൻ എന്ത് മണമെന്നറിയോ അവിടെ മറ്റേ ഹരിഷ്ടങ്ങളുടെ ഒക്കെ. ബട്ട് ഞങ്ങൾ അത് കാണിച്ചതിന് ശേഷം ഒരു ബിരിയാണി കടയിൽ കയറി. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഗൈസ്. എൻ്റെ മോനെ അത് വായിൽ വെക്കാൻ പറ്റില്ല, അത്രയൊരു ബാഡ് ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നില്ല, എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെയുള്ള ആൾക്കാരെ കണ്ടിട്ടോ അത് തിന്നാനും തോന്നുന്നില്ല. ആകെ വൊമിറ്റിംഗ് ഫീലായിരുന്നു എനിക്ക് വന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെയൊക്കെ തിന്ന് വിട്ടു. അപ്പോഴേക്കും നമ്മൾ കോയമ്പത്തൂർ കറങ്ങണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കറങ്ങണ്ട. അവിടെ കണ്ടപ്പോൾ തന്നെ എനിക്കാകെ
ഒരുമാതിരി അച്ഛനും അമ്മയും എനിക്ക് സീറ്റ് ഇട്ടില്ല. ഞാൻ അവിടെ കുത്തിത്തിരക്കി കുറേ ആൾക്കാരുടെ ഇടയിൽ കയറി ഇരുന്നു കേട്ടോ. കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ബാഡ് അനുഭവം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം അവിടെ ബസ്സൊക്കെ ഇടിക്കേണ്ടതായിരുന്നു. അവരെന്തൊക്കെയൊക്കെയോ കടന്ന് കാണിക്കേണ്ടായിരുന്നു. അലറി വിളിച്ച് കൂകി ഒരു വൃത്തിയില്ല, ഒരു ഓടി അങ്ങനെയൊക്കെ ആയിരുന്നു. അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കേരളം വിട്ട് എങ്ങോട്ടും പോയാൽ മതിയെന്ന്. പിന്നെയല്ലേ മനസ്സിലായത് കേരളം വിട്ട് മറ്റെങ്ങോട്ട് പോയാലും ഇതാണ് അവസ്ഥയെന്ന്. അവിടെ അമ്പലത്തിൽ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ആകെ ഒച്ചയും വിളിയൊക്കെ ആയിരുന്നു. ഞാൻ കുടയും പിടിച്ച് പോകുന്ന സമയത്ത് ഏതോ ഒരു മുത്തശ്ശിൻ്റെ കണ്ണമ്മയൊക്കെ ഇടിച്ചിട്ട് അതെന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ബനിയൻ എടുക്കണം, വീട്ടിൽ നിൽക്കുമ്പോൾ ബനിയൻ ഇടണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു ഷോപ്പ് കയറി. എന്നിട്ട് ഞങ്ങളെടുത്ത് എനിക്ക് ഈ ബനിയൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അമ്മ തരത്തില്ല കേട്ടോ. അമ്മ എടുത്തത് ഈ ബനിയനായിരുന്നു. പിന്നെ അപ്പുറത്ത് ABCDEF JKLMNOP എന്ന് പറയുന്ന ആ ബനിയൻ എടുത്തു. പിന്നെ ഞങ്ങൾ ബസ് കയറിയിട്ട് എങ്ങോട്ടായിരുന്നു ഏതോ സ്ഥലത്തോട്ട് പോകുമായിരുന്നു, എനിക്ക് ഓർമ്മ കിട്ടില്ല. ഞങ്ങൾ തിരിച്ച് പോകുമായിരുന്നു ബസ്സിൽ തന്നെ. എൻ്റെ മോനെ ഒന്നും പറയാനില്ല, ഒരു ബാഡ് പ്ലേസ് ആയിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമല്ല കോയമ്പത്തൂർ വരണത്. പിന്നെ നമ്മളവിടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതിനുള്ളിൽ കയറിയിട്ട് ഞങ്ങൾ കുറേ പട്ടി ഷോ കിട്ടു. അതിൻ്റെ ഉള്ളിലോട്ട് കുറേ ഉണ്ട് കേട്ടോ സീറ്റ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് 4:30 തിരിച്ച് ട്രെയിൻ ഉള്ളത്. ഞങ്ങളവിടെ 2 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മണിക്കൂറുകൾ അവിടെ ഇരിക്കേണ്ടിയിരുന്നു. ഈ ചക്ര ഞങ്ങൾ കുറേ എടുത്ത് തിന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തിന്നാനായിട്ട്. ഞാൻ ഇപ്പോൾ വലിച്ചത് നിങ്ങൾ വിചാരിച്ചോ, അമ്മ വാങ്ങിയപ്പോൾ ഞാൻ വലിച്ചതാണ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ പെട്രോൾ ഡീസൽ നമുക്ക് നമ്മുടെ പെട്രോൾ പമ്പിലൊക്കെ കൊണ്ടുപോകുന്ന പെട്രോള് ഡീസൽ ആ സംഭവങ്ങളാണ്. ഇത് കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. ഞങ്ങൾ 30 എണ്ണിയപ്പോഴേക്കും പിന്നെ എണ്ണം തെറ്റി ഏതൊക്കെയൊക്കെയോ ഇവിടെ എത്തി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ ഞങ്ങളിപ്പോൾ ഏത് ജംഗ്ഷനിലാണ് നിൽക്കുന്നതെന്ന്. ഇപ്പോൾ എനിക്കിത് വായിച്ചു തരാൻ സമയമില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ വായിച്ചോളൂ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ എത്ര കാലം പറഞ്ഞു തരാൻ പറ്റുന്നില്ല, അത്രയും ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്റ്റേഷനിൽ ഞങ്ങൾ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പുറത്ത് ഞങ്ങളോടൊപ്പം നിലമ്പൂരിക്ക് വരാനുള്ള കുറച്ച് താത്തമാരും ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും മിണ്ടിയില്ല, അവരിങ്ങോട്ടും മിണ്ടിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ മിണ്ടി. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവസാനം എത്തി കേട്ടോ. ഇത് എത്രങ്ങാണെന്നറിയാം, നോക്കിയൊക്കെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഒരാൾ ചാടി അയാളെ പിടിച്ച് എണീപ്പിച്ച് ആകെ എന്തൊക്കെയോ പോലെയായിരുന്നു കേട്ടോ. ഞങ്ങളല്ല എണീപ്പിച്ചത്, ചായയും നുറുക്കാൻ തോന്നുന്നു അതൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ നമ്മൾ യാത്ര തുടങ്ങി. അവിടെ ഒരു 3/4 മണിക്കൂറെങ്കിലും ഇരുന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ സ്ഥലത്ത് നല്ല രസമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ നിലമ്പൂരെത്തിയിരിക്കുന്നു കൂട്ടുകാരെ. കുറേ യാത്രയ്ക്ക് ശേഷമായിരുന്നു. ഞങ്ങൾ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയത് തന്നെ രാത്രി 11:30 ആയപ്പോഴായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾക്ക് ആകെ കണ്ടത് ഈ റെസ്റ്റോറൻ്റ് ആയിട്ടോ ഞങ്ങൾ കണ്ടത് തന്നെ. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും അച്ഛൻ എപ്പോഴും ഞാൻ പറയാനുള്ള പോലെ തന്നെ പൊറോട്ടയെ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഫ്രൈഡ് റൈസ് വാങ്ങി. ചില്ലി ചിക്കനും ബീഫ് ചിക്കനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബീഫ് ചിക്കനല്ല, ചില്ലി ചിക്കനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി കഴിച്ചിട്ടുണ്ട് വീട്ടിലോട്ട്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം. ബൈ.